ഹരേ കൃഷ്ണ. നമ്മളിന്ന് പുരഞ്ജനൻ്റെ കഥയെക്കുറിച്ചാണ് മനസ്സിലാക്കുവാൻ പോകുന്നത്. പൃഥുവിൻ്റെ പുത്രനായ വിജിതാശ്വൻ അനേകം കാലം രാജ്യം ഭരിക്കുകയുണ്ടായി. വിജിതാശ്വന് ശേഷമോ ഹവിർധ്വജനാൻ രാജാവായിട്ട് അങ്ങ് ഇരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു പ്രാചീന വർഗീസ്. അദ്ദേഹം ഒട്ടേറെ യാഗങ്ങളെല്ലാം നടത്തിയിരുന്നു. പ്രാചീന വർഗീസ് സമുദ്രപുത്രിയായ ശതദ്രുതിയെ വിവാഹം കഴിക്കുകയും എല്ലാം ചെയ്തു. അവർക്ക് 10 പുത്രന്മാരുണ്ടായിരുന്നു. അവരെ പ്രജേതക്കൾ എന്നാണ് പറഞ്ഞിരുന്നത്. ആത്മജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് അവർ 10 പേരും അങ്ങ് പടിഞ്ഞാറേ ദിക്കിലേക്ക് തപസ് അനുഷ്ഠിക്കുവാൻ വേണ്ടി പോയി. അവർ ഒരു പത്മസരസിൻ്റെ തീരത്ത് സംഗീതം ആസ്വദിച്ച് ആനന്ദഭരിതരായി അവരങ്ങനെ നിലകൊണ്ടു. അവരുടെ മുന്നിൽ ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? രുദ്രനായിരുന്നു. രുദ്രൻ അവർക്ക് രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം ആ മഹാമന്ത്രം അവർക്ക് ഉപദേശിച്ചതിന് ശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു. പ്രജേതാക്കൾ ആ ദിവ്യമന്ത്രം ചൊല്ലിക്കൊണ്ട് തപസ് അനുഷ്ഠിക്കുവാൻ വേണ്ടി സമുദ്രത്തിലേക്ക് അങ്ങിറങ്ങി. പ്രാചീന വർഗീസിൻ്റെ പുരത്തിലെത്തിയ ദേവർഷി നാരദനോ എല്ലാം നൃപൻ അങ്ങ് സ്വീകരിച്ച് ആനയിച്ചിരുത്തിയതിനു ശേഷം കർമ്മനിരതനായ ആ രാജാവിന് തത്വോപദേശം നൽകാനും കർമ്മങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീകരഫലങ്ങളെക്കുറിച്ചും ബോധവാനാക്കുവാൻ വേണ്ടി ആണ് അവിടെ നാരദ മഹർഷി പ്രത്യക്ഷനായത്. ഈ കാര്യങ്ങൾ ബോധ്യമാക്കുവാനായിട്ട് അദ്ദേഹം പുരഞ്ജനൻ എന്ന രാജാവിൻ്റെ കഥ പ്രാചീന വർഗീസിന് അങ്ങ് പറഞ്ഞു കൊടുത്തു. പണ്ട് പുരഞ്ജനൻ എന്നു പേരായ ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ആത്മമിത്രമായ മിത്രത്തെ ഉപേക്ഷിച്ച് ഒരു വാസസ്ഥാനം അന്വേഷിച്ച് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്നാലോ പലയിടങ്ങളിലും എത്തിച്ചേർന്നു. എങ്കിലും ആ സ്ഥലങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് അദ്ദേഹം ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു മനോഹര നഗരത്തിൽ അങ്ങെത്തി. ആ നഗരത്തിന് 9 കവാടങ്ങളുണ്ടായിരുന്നു. ആ നഗരത്തിലെത്തിയ രാജാവോ അവിടെ ഒരു ഉദ്യാനത്തിൽ അനേകം തോഴന്മാരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു തരുണിയെ കണ്ടുമുട്ടി. നഗരനാഥയായ അവൾ തനിക്ക് അനുയോജ്യനായ വരനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കണ്ട മാത്രയിൽ തന്നെ പുരഞ്ജനൻ അവളിൽ അങ്ങ് അനുരക്തനായി. അയാൾ തൻ്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു. അതിന് അവൾ സമ്മതം മൂളുകയും ചെയ്തു. അതിനുശേഷം അവർ വിവാഹം ചെയ്യുകയും പത്നിയോടൊപ്പം വളരെയധികം ഉല്ലാസപൂർവം വസിക്കുകയും ചെയ്തു. തൻ്റെ ഏത് കാര്യത്തിന്, അതായത് ഭക്ഷണം കഴിക്കുവാൻ പോലും അവളില്ലാതെ സാധിക്കത്തില്ല എന്നുള്ള അവസ്ഥയിലെത്തി. അവളുടെ കയ്യിലെ വെറും ഒരു കളിപ്പാവയായിരുന്നു പുരഞ്ജനൻ. ഒരു നാൾ വേട്ടയാടി തിരിച്ചെത്തിയ പുരഞ്ജനൻ തൻ്റെ പത്നിയെ കൊട്ടാരത്തിലെങ്ങും കണ്ടില്ല. അദ്ദേഹം തോഴിമാരോട് ആരാഞ്ഞു.
എൻ്റെ പത്നിയെ ഇവിടെ എങ്ങും കണ്ടില്ലല്ലോ, എവിടെ പോയി എന്ന് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറയുകയാണ്, റാണി വെറും നിലത്ത് കിടന്നുരുളുകയാണെന്നും അതിൻ്റെ കാരണം എന്താണെന്നൊന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നും അവർ മറുപടി നൽകി. ഉടൻ തന്നെ പുരഞ്ജനൻ പത്നിയുടെ അരികിലെത്തുകയും അവളെ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്തു. ഇരുവരും വിവിധ ലീലകളിൽ ഏർപ്പെട്ട് നാളുകൾ അങ്ങനെ തള്ളി നീക്കി. ഇതിനിടെ റാണി അനേകം പുത്രന്മാർക്കും പുത്രിമാർക്കും എല്ലാം ജന്മമേകുകയും സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന രാജാവ് വാർദ്ധക്യാവസ്ഥ പ്രാപിക്കുകയും ചെയ്തു. ഈ വേളയാണ് ചണ്ഡവേഗൻ എന്നു പേരായ ഗന്ധർവൻ പുരത്തെ അങ്ങ് വളഞ്ഞു. പഞ്ചശിരസുള്ള നാഗം ഗന്ധർവനെയും അനുയായികളെയും ചെറുത്തു. രാജാവോ ഗന്ധർവനോട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. നാഗം ക്ഷീണിച്ച് മാത്രമല്ല, ഗന്ധർവനെ സഹായിക്കുവാനായി കാലകന്യക യവനേശ്വരനായ ഭയനെയും സൈന്യത്തെയും എല്ലാം കൂട്ടി. ഒടുവിലോ ഗത്യന്തരമില്ലാതെ പുരഞ്ജനൻ പുരി വിട്ടു പോകാതെ നിർവാഹമില്ലെന്ന അവസ്ഥയിൽ എത്തി. അദ്ദേഹം ചിന്താപരവശനായി തന്നെ കൂടാതെ പത്നിയെയും മക്കളെയും എങ്ങനെ ജീവിക്കുമെന്നിങ്ങനെ ചിന്തകളിൽ മുഴുകിക്കൊണ്ട രാജാവ് അങ്ങ് പ്രാണൻ വെടിഞ്ഞു. പരലോകത്ത് താൻ വധിച്ച മൃഗങ്ങളുടെ കൂർത്ത കൊമ്പുകളാലുള്ള താണ്ഡനം അവനെ ഏൽക്കേണ്ടതായിട്ട് വന്നു. അന്ത്യവേളയിൽ പോലും നാരീ ചിന്തയിൽ മുഴുകിയിരുന്നതിനാൽ ആ രാജാവ് വിദർഭ രാജ്യത്തെ രാജാവിൻ്റെ പുത്രിയായി ഭൂമിയിൽ വീണ്ടും പിറന്നു. പാണ്ഡ്യരാജാവായ മലയധ്വജൻ അവളെ വിവാഹം കഴിച്ചു. ഇരുവർക്കും 7 പുത്രന്മാരും 1 പുത്രിയും പിറന്നു. ആ പുത്രിയെ അഗസ്ത്യൻ അങ്ങ് വിവാഹം ചെയ്തു. അവർക്ക് ദൃഢച്യുതൻ എന്നു പേരുള്ള 1 പുത്രൻ പിറന്നു. അവന് പിറന്ന മകനായിരുന്നു യുഗ്മവാഹനൻ. പാണ്ഡ്യരാജനായ മലയധ്വജൻ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ചതിനു ശേഷം പത്നി സമേതനായി വനവാസത്തിനങ്ങ് പുറപ്പെട്ടു. ഇരുവരും ദീർഘകാലം ധ്യാനനിരതരായി സാനന്ദം അങ്ങ് ജീവിച്ചു. ഒടുവിലോ ഭർതൃവിയോഗത്തെ തുടർന്ന് വൈദർഭി സതി അനുഷ്ഠിക്കുവാൻ ഒരുങ്ങി. എന്നാൽ ഈ വേള അവളുടെ പേരറിയാത്ത ഒരു പൂർവ്വകാല സുഹൃത്ത് അവിടെ എത്തുകയുണ്ടായി. അവളെ സ്വാധീനിപ്പിക്കുകയും ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും എല്ലാം ചെയ്തു. പിന്നീട് ദേവർഷി നാരദൻ പറയുന്ന കഥയാണ് സശ്രദ്ധം കേട്ടിരുന്ന പ്രാചീന വർഗീസിന് ആ കഥ വ്യാഖ്യാനിച്ച് നൽകുവാനായി അദ്ദേഹം ആവശ്യപ്പെട്ടു. നാരദൻ അവരുടെ അഭ്യർത്ഥന അനുസരിച്ച് ആ കഥയുടെ പൊരുൾ പറഞ്ഞു കൊടുക്കുകയാണ്. പുരഞ്ജനൻ എന്നത് ആരാണ്? ജീവാത്മാവാണ്. പേരറിയാത്ത പൂർവ്വകാല സുഹൃത്തോ സാക്ഷാൽ ഭഗവാനുമാണ്. ജീവാത്മാവ് ഈശ്വരനെ വിസ്മരിച്ച് കേവലമായ മോഹങ്ങളെ തേടി അങ്ങനെ അലയുകയാണ്. പല പല ദേഹങ്ങൾ സ്വീകരിച്ചു. പക്ഷേ ഒന്നിലും അങ്ങ് തൃപ്തി തോന്നാതെ ജീവൻ ഒടുവിൽ മനുഷ്യ ശരീരത്തെ സ്വീകരിക്കുകയാണ്. കഥയിൽ വിവരിക്കുന്ന ഹിമാലയത്തിൽ ദക്ഷിണഭാഗത്തുള്ള നവദ്വാരങ്ങളുള്ള പുരം എന്താണ്? മനുഷ്യ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ പുരത്തിൻ്റെ സ്ഥാനം ഹിമാലയത്തിന് തെക്ക് ഭാഗത്തെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ പുരത്തിലാണ് കണ്ടുമുട്ടിയ തരുണിയോ ബുദ്ധിയാണ്. പുരത്തിൽ കാവലിൽ നിന്ന പഞ്ചശിരസുള്ള നാഗം പഞ്ചവൃത്തികളുള്ള പ്രാണനുമാണ്. തരുണിയെ അനുഗമിക്കുന്ന തോഴന്മാർ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയവൃത്തികളും ആണ്. ജീവൻ ഏറ്റവും അടുത്ത ബന്ധുവായ സാക്ഷാൽ പരമാത്മാവിനെ മറന്ന് ബുദ്ധിയിൽ ആസക്തനാകേണ്ടതാണ്. ഏതു കാര്യത്തിനും പ്രിയതമയെ കൂടിയേ തീരൂ എന്ന് സൂചിപ്പിക്കുന്നതോ ബുദ്ധിയുടെ വ്യാപാരങ്ങളെ തന്നിൽ ആരോപിക്കുന്ന
ജീവാത്മാവിന് സ്വകർമ്മങ്ങളൊന്നും തന്നെയില്ല എന്ന സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മസ്വരൂപം അറിയാത്തതിനാൽ ജീവൻ ഭുക്തിയിൽ ആസക്തനും അതിന് വിധേയനുമാണ്. ആ അവസ്ഥയങ്ങ് സംജാതമാവുകയാണ്. പുരഞ്ജനൻ്റെ നായാട്ടെന്നത് ജീവൻ്റെ സ്വപ്നാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയതമയുടെ കലഹം സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്മൃതിഭ്രംശത്തെ സൂചിപ്പിക്കുന്നു. പുരഞ്ജനൻ്റെ പുത്രിപുത്രന്മാരോ പ്രതിനിധാനം ചെയ്യുന്നത് ഇന്ദ്രിയ വൃത്തികളെയും ബുദ്ധി വ്യാപാരങ്ങളെയുമാണ്. ചണ്ഡവേഗൻ എന്ന ഗന്ധർവൻ കാലത്തിൻ്റെ പ്രതീകമാണ്. അവൻ്റെ സൈന്യമോ ദിനരാത്രങ്ങളെ അങ്ങ് കുറിക്കുന്നു. ദിനരാത്രങ്ങളെ കൊണ്ട് കാലം ദേഹത്തെ ശയിപ്പിക്കുന്നു എന്ന് ഇവിടെ ആക്രമണം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാം. കാലകന്യക എന്ന ജരയും ആദിവ്യാധികൾ അവളുടെ സൈന്യവുമാണ്. അവളുടെ സോദരനോ ജ്വരമാണ്. ഈ വിധം ജ്വര, ആദിവ്യാധികൾ, ജ്വരം എന്നിവയെ എല്ലാം ദേഹത്തെ പീഡിപ്പിക്കുമ്പോഴും ജീവൻ ദേഹം ഉപേക്ഷിച്ചു പോകുവാൻ വൈമനസ്യം കാട്ടിരുന്നു. അന്ത്യവേളയിൽ ഒരുവൻ്റെ ചിന്ത പുനർജന്മത്തെ നിശ്ചയിക്കുന്നുവെന്ന് കാട്ടുവാനാണ് മരണശേഷം പുരഞ്ജനൻ മലയധ്വജൻ്റെ മകളായിട്ട് പിറന്നു എന്നത് ഇവിടെ പറയുന്നത്. അവളുടെ 7 സഹോദരന്മാരാണ് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം എന്നിവയെ നമുക്ക് സൂചിപ്പിക്കുന്നത്. മലയധ്വജൻ ഇവിടെ ഭക്തൻ്റെ പ്രതീകമാണ്. അഗസ്ത്യനാകട്ടെ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. മോക്ഷം പ്രാപിച്ച മലയധ്വജൻ്റെ ചിതയിൽ പ്രാണഹൂതി ചെയ്യുവാനൊരുങ്ങിയ പത്നിയെ സമാശ്വസിപ്പിക്കുന്ന സുഹൃത്തോ സാക്ഷാൽ ഈശ്വരനാണ്. ഭഗവാൻ ഒരിക്കലും ഭക്തനെ ഉപേക്ഷിക്കുകയില്ല എന്ന സന്ദേശമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഈ വിധം ദേവർഷി കഥയുടെ വ്യാഖ്യാനം അങ്ങ് ചുരുക്കി പ്രാചീന വർഗീസിനെ വിവരിച്ചു കൊടുത്തു. അതിനുശേഷമോ തത്വങ്ങൾ ഉപദേശിച്ച ശേഷം അവിടെ നിന്നും അന്തർധാനവും ചെയ്തു. രുദ്രഗീതം ജപിച്ചുകൊണ്ട് പ്രജേതാക്കൾ ദീർഘകാലം സമുദ്രത്തിൽ അങ്ങനെ നടന്നു. ഒടുവിലോ ഭക്തവത്സലനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തുകയും പ്രജേതാക്കൾ സന്തോഷപൂർവം ഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. സന്തുഷ്ടനായ ഭഗവാൻ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ആഗ്രഹം സഫലമാവുകയും നിങ്ങൾക്ക് ജനിക്കുന്ന ദക്ഷൻ എന്ന പുത്രൻ കീർത്തിമാനാവുകയും നിങ്ങൾ കണ്ടു മഹർഷിയുടെ പുത്രിയെ വിവാഹവും ചെയ്യണം. തുടർന്ന് ഭഗവാൻ അവരുടെ ആഗ്രഹാനുസരണം കളത്രപുത്രാദികളിൽ ആസക്തി വർദ്ധിക്കാതിരിക്കണമെന്ന വരം നൽകിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചു. പ്രജേതാക്കൾ സമുദ്രത്തിൽ നിന്നും കരയിലെത്തുകയും കരയാകെ വൃക്ഷങ്ങളുടെ ഇടതൂർന്നു നിൽക്കുന്നത് കണ്ട് അവർ അഗ്നിയെയും വായുവിനെയും സൃഷ്ടിക്കുകയും ആ അഗ്നിപ്രളയത്തിൽ അസംഖ്യം വൃക്ഷങ്ങൾ കത്തി നശിക്കുകയും എല്ലാം ചെയ്തു. ഭൂമി അങ്ങ് തെളിഞ്ഞു. ഈ വേളയിലാണ് ബ്രഹ്മാവ് അവരുടെ അരികിലെത്തിയത്. പ്രജേതാക്കളെ ശാന്തരാക്കിയ ശേഷം കണ്ടു മഹർഷിക്ക് പ്രമ്ലോജിയിൽ ജനിച്ച പുത്രിയായിരുന്നു മാരിഷ. അവളെ നേരത്തെ തന്നെ മാതാവ് ഉപേക്ഷിച്ചിരുന്നു. അവളെ ഭഗവാന്റെ ആജ്ഞാനുസരണം പ്രജേതാക്കൾ മാരീഷയെ വിവാഹം ചെയ്തു. ചക്ഷുഷ മന്വന്തരത്തിൽ മാരീഷ ദക്ഷൻ എന്ന പേരായ പ്രജാപതിക്ക് അങ്ങ് ജന്മം നൽകിയ ശേഷമോ പ്രജേതാക്കൾ ദക്ഷനെയും വിവാഹം ചെയ്യിപ്പിച്ച് പ്രജാസൃഷ്ടിയുടെ ചുമതലകളെല്ലാം അങ്ങ് ഏൽപ്പിച്ചു. ലൗകിക ജീവിതത്തിൽ നിന്നും സ്വതന്ത്രരായ അവർ പിന്നീട് സമുദ്രതീരത്തിലെത്തി ബ്രഹ്മസത്രം ആരംഭിക്കുകയാണ് ചെയ്തത്. ആ യജ്ഞശാലയിൽ ദേവർഷി നാരദനോ വീണ്ടും എത്തിച്ചേർന്നു. അദ്ദേഹം അവർക്കായി ഭഗവാന്റെ മഹാത്മ്യവും ഭക്തി തത്വവും സാധന മാർഗങ്ങളും മറ്റും എല്ലാം ഉപദേശിച്ചു നൽകി.
ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ നാരായണായ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യത്കിൽ സകലം പ്രവർത്തേ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.